ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ ആ ഹൃദയത്തിലേക്കൊന്ന് നോക്കിക്കേ. മുള്ളുകൾ കൊണ്ട് വലിഞ്ഞു മുറുക്കപ്പെട്ട ഒരു ഹൃദയമാണ്. മുറിവുണ്ട്, ആ മുറിവിലൂടെ നല്ല കട്ട രക്തം ഒഴുകുകയാണ്. തീ നല്ലോണം ആളിക്കത്തുന്നുണ്ട്, അതിൻ്റെ നടുവിലൊരു കുരിശും. ശരിക്കും നോക്കിയാ, ഈ ബുദ്ധി കൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാ, ഈശോയുടെ ഹൃദയം കയ്പുള്ളതല്ലേ? അതിനെവിടെയാ മധുരമുള്ളത്? മുള്ളും മുറിവും തീയും കുരിശും നമ്മൾ മനുഷ്യർക്ക് എന്നും കയ്പുള്ളതാണ്. എന്നിട്ടും ഈശോയുടെ ഹൃദയത്തിന് മാധുര്യമുണ്ട്. അതിൽ നോക്കുന്ന ശരണപ്പെടുന്ന നമുക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരുന്നില്ല. എന്തോ ഒരു പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണിത്? ഈ മുള്ളിനും മുറിവിനും തീക്കും കുരിശിനുമൊക്കെ പിന്നിലുള്ള ഒരേ ഒരു വികാരം, അത് യേശുവിൻ്റെ സ്നേഹമായിരുന്നു. സ്നേഹത്താൽ ജ്വലിക്കുന്ന, സ്നേഹിച്ചതിൻ്റെ പേരിൽ കുരിശിൽ കയറിയ, ശത്രുക്കളെയും പാപികളെയും ഒക്കെ കൂട്ടി നിർത്തിയതിൻ്റെ പേരിൽ വലിഞ്ഞു മുറുക്കപ്പെട്ട ഹൃദയം, അവൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയവർ തന്നെ കുത്തിമുറിവേൽപ്പിച്ചു കൊണ്ടുമിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഹി ഈസ് ലവിങ്. പിന്നെ എങ്ങനെ ആ ഹൃദയം മധുരമില്ലാത്തതാകും? നമുക്കും ചിലപ്പോൾ ഇതിൻ്റെ ചില സ്വാധീനങ്ങളുണ്ട് കേട്ടോ. കാരണം ഈ മാധുര്യ ഹൃദയത്തിനുടമയായവനെയല്ലേ നമ്മൾ എന്നും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, സ്നേഹത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അവർ സ്വയം മറന്ന് എല്ലാവരെയും സഹായിക്കാനായിട്ട് ഓടി നടക്കും. അവരത് ജ്വലിക്കുന്ന ഹൃദയത്തിനുടമകളാണ്. ഇനി സ്നേഹത്തിന് വേണ്ടി ഏതറ്റം വരെ, ഏത് സഹനം വരെ ഏറ്റെടുക്കാൻ തയ്യാറായവര് കുരിശിൽ കയറിയവനെ പോലെയാണ്. ശത്രുവെന്നോ മിത്രമെന്നോ ഒന്നും നോക്കാതെ നല്ല ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവര് എപ്പോഴും മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അവരീ മുള്ളുകളാൽ വലിഞ്ഞു മുറുക്കപ്പെട്ട ഹൃദയത്തിനുടമയായ ഈശോയെ പോലെയാണ്. ഇനി സ്നേഹിച്ചവര് തന്നെ കുത്തിമുറിവേൽപ്പിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവരത് ഈ മുറിഞ്ഞ ഹൃദയത്തിന് ഉടമകളായി തീരുകയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം അത്ര സുഖകരമുള്ളതല്ലല്ലോ. യുദ്ധങ്ങളിതാ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്നു എന്ന അവസ്ഥയിലാണ്. അതിനിടയിൽ മറ്റു പല പ്രശ്നങ്ങളും. ഇതിനൊക്കെ ഇടയിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം, മുറിവേറ്റിട്ടും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മളത് ഈ തിരുഹൃദയം പോലെ തീരുകയാണ്. അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ ഈശോയുടെ ആ തിരുഹൃദയം നമുക്കെന്നും ഒരു പ്രചോദനമാണ്, വെല്ലുവിളിയാണ്. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, നിന്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയമാക്കി തീർക്കണമേ.